السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. ബഹുമാനമുള്ള വിശ്വാസിനികളെ, മൂടബിദിരയിൽ ഈ ഒരു പ്രോഗ്രാമിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വർഷങ്ങളായി പരസ്യമായി പറയരുത് എന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും പറയേണ്ട നിർബന്ധ സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം ഫിത്നകളും കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും ഒക്കെ നടക്കുമ്പോൾ അത് കണ്ടിട്ട് മൗനം ദീക്ഷിച്ചു പോവുക എന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ആമുഖമൊന്നുമില്ലാതെ തന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആരോടുമുള്ള ഒരു വാശി തീർക്കലല്ല, ആരെയെങ്കിലും തോൽപ്പിക്കലുമല്ല. പലപ്പോഴും തങ്ങളുടെ ഉസ്താദന്മാരിൽ നിന്ന് മാത്രം കേട്ടിട്ടുള്ള നമ്മെക്കുറിച്ചിട്ടുള്ള ചില തെറ്റായ ധാരണകളുണ്ട്. സലഫി വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ സലഫി ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പറഞ്ഞു നടക്കുമ്പോഴും സലഫി സഹോദരങ്ങൾക്കിടയിലും ഈ നാട്ടിലെ ഇതര മതവിഭാഗങ്ങൾക്കിടയിലും മറ്റിതര പ്രസ്ഥാനങ്ങൾക്കിടയിലുമൊക്കെ തെറ്റായ തരത്തിൽ സലഫിയത്തിനെയും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ശരിയായ സലഫിയത്ത് എന്താണ് എന്ന് സമൂഹത്തോട് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് മൻഹജു സലഫ് എന്ത് എന്ന വിഷയത്തിൽ ഇനി വരാനിരിക്കുന്ന ബഹുമാന്യനായ പണ്ഡിതൻ ഡോക്ടർ താരിഖ് സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരി ഹഫിളഹുല്ലാ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. എൻ്റെ വിഷയം വ്യക്തമായി പറഞ്ഞാൽ ദമ്മാജി സലഫിസം എന്നത് നമ്മുടെ സലഫികൾക്കിടയിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ഫിത്ന എന്താണ് എന്നതാണ്. ഇതാണ് എൻ്റെ വിഷയം. ഈ വിഷയം പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നാം ആമുഖമായി മനസ്സിലാക്കണം. എന്തെന്നാൽ ആരോ കഴിഞ്ഞ ദിവസം കർണാടക സലഫി അസോസിയേഷൻ ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച് ആ പ്രോഗ്രാമിന്റെ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോ ഒരു 15 മിനിറ്റിലേറെ വരുന്ന ഒരു ക്ലിപ്പ് ഇങ്ങനെ വൈറലായി. നിങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിരിക്കുന്നത്. അല്ല,
അതേപോലെ വ്യക്തിപരമായും അല്ലാതെയും ഒക്കെയുള്ള കുറെ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പരിപാടി, ഞങ്ങൾക്കിടയിലേക്ക് ആളുകൾ കൂടുന്നത് കൊണ്ട് നിങ്ങൾ പേടിച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്, നിങ്ങൾ ഈ ഗ്രൂപ്പിസം വിടണം, എന്തിനാണ് ഞങ്ങൾക്ക് ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ പറ്റിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദരങ്ങൾ, മനസ്സിലാക്കാനുള്ളത്, കേൾക്കണ്ട എന്ന് വിചാരിച്ചാലും നിങ്ങളുടെ കാതുകളിലേക്ക് ഈ ശബ്ദമെത്തും. പലപ്പോഴും നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ മാത്രം കേട്ടുപോയി അന്ധമായി അനുകരിച്ച് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത പണ്ഡിതന്മാരെ പോലും മോശമായി പറയാൻ, അയാൾ ഹവയുടെ ആളാണ്, അയാൾ ബിദഅത്തിന്റെ ആളാണ്, അയാൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ്, അയാൾ ഹിസ്ബിയാണ്, പക്ഷപാതിയാണ്, ഇങ്ങനെയൊക്കെ പലപ്പോഴും നിങ്ങൾ പറഞ്ഞത് പണ്ഡിതന്മാരെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് പോലും അറിയാത്ത പണ്ഡിതന്മാരെ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരെ കണ്ടിട്ടില്ല, അവരോട് ഒരു മിനിറ്റ് പോലും നിങ്ങൾ നേർക്ക് നേരെ സംസാരിച്ചിട്ടില്ല, അവരുടെ വാദഗതികൾ എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഷെയ്ഖ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ആള് പറഞ്ഞതിനപ്പുറം നിങ്ങൾ കേട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ നിർബന്ധിതരാണ്. ഇനി ഇതുപോലെ ചിലപ്പോ വീണ്ടും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളിലൂടെ കേൾക്കും. അപ്പോ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നാം വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും ഗ്രൂപ്പിസത്തിലേക്ക് വിളിക്കാനല്ല ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇത്തരം ആളുകളുടെ പുറകെ നടക്കുന്ന ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്കിടയിൽ ഗ്രൂപ്പില്ല, ഞങ്ങൾക്കിടയിൽ സംഘടനയില്ല, ഞങ്ങൾക്കിടയിൽ ഹിസ്ബിയത്തില്ല. ഇവിടെ ഒരു മൂന്നെണ്ണിയാല് ഒരുപാട് ഗ്രൂപ്പുകളും ഗ്രൂപ്പ് ഫൈറ്റും തങ്ങൾക്കിടയിലുള്ള പകപോക്കലുകളും ഒക്കെ ഇവർക്കിടയിലുണ്ട്. ഇത് പലപ്പോഴും നമ്മളും അറിഞ്ഞിട്ടില്ല, അവരുടെ ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ സംസാരം ഇന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇവരുടെ ചില വാദഗതികളും ഇവരുടെ ചില ചരിത്രപരമായ ചില വിഷയങ്ങളുമാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, കേരള കർണാടകയിൽ എങ്ങനെ ഇവരുണ്ടായി. മറ്റു വിഷയം ഇപ്പൊ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കർണാടകയിലാണ് പറയുന്നത് എങ്കിലും കേരളവും കൂടി ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ടോപ്പിക് പൂർണ്ണമാവുകയുള്ളൂ. എങ്ങനെ ഉണ്ടായി ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ വിഷയമൊക്കെ ഇവരൊക്കെ പറയുന്നതിന് മുമ്പ് കേരളക്കരയിൽ 2003 ബഹുമാനിയായ സുബൈർ മങ്കടയുടെ നേതൃത്വത്തിൽ ചില ആളുകൾ പറഞ്ഞു, 12 വർഷത്തോളം. അപ്പോ സുബൈർ മങ്കട എന്തൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞു എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്രകാലവും കൂടി അറിഞ്ഞാലേ ഇതുമായിട്ടുള്ള ചില കണക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. മൂന്നാമത്തത്, മഹാനായ ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ റഹിമഹുല്ല. ആരാണ്? അദ്ദേഹത്തിന്റെ ചെറിയൊരു ചരിത്രം. അതോടുകൂടി ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല സ്ഥാപിച്ച ദാറുൽ ഹദീസ് ദമ്മാജിന് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാർ ആരൊക്കെയാണ്, ആ ശിഷ്യന്മാരിൽ പ്രധാനമായും ഇവിടെ നടക്കുന്ന ഷെയ്ഖ് യഹ്യൽ ഹജൂരിയുമായി ബന്ധപ്പെട്ട ആളുകൾ. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് യഹ്യൽ ഹജൂരി ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ വാദഗതികൾ, പണ്ഡിതന്മാർ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന് ഏതെങ്കിലും വിഷയത്തിൽ പിഴച്ചതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഈ വിഷയം എടുത്തു പറയാൻ വലിയ പേടിയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല, നമ്മളാരും ചർച്ച ചെയ്യേണ്ടതോ പറയേണ്ടതോ ആയ വിഷയമൊന്നുമല്ല. ഇവിടെ തന്നെ പലപ്പോഴും നമുക്കിടയിൽ ചില കുഴപ്പങ്ങളും മറ്റുമൊക്കെ ഉള്ളപ്പോ അവിടെയുള്ള ഒരു ഗ്രൂപ്പിസം ഇവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഗ്രൂപ്പിസം ഇവിടെ ഇറക്കിയിട്ട് ഗ്രൂപ്പ് പാടില്ല, ഹിസ്ബിയത്ത് എന്താണ്, നമ്മളൊക്കെ ഹിസ്ബിയത്തിന്റെ ആളുകളാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആരാണ് ഹിസ്ബിയത്തിന്റെ ആളുകൾ എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് വരുന്നത്. നാം മനസ്സിലാക്കാനുള്ളത്, KNM മടവൂർ വിഭാഗത്തിന്റെ പിളർപ്പിന് ശേഷം 2002 ശേഷം സുബൈർ മങ്കട സംഘടനയുമായി പിണങ്ങിയിട്ട് ചില വാദഗതികൾ കൊണ്ടുവന്നു. ഇന്ന് ഇവരൊക്കെ പറയുന്ന വാദങ്ങൾ, പക്ഷെ അദ്ദേഹം
യമനി ചിന്താധാരയൊക്കെ ശക്തമായി എതിർത്തയാളാണ്. ഞാൻ പറയുന്നത്, ഇപ്പോ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, വോട്ടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ പാടില്ല, വോട്ട് പാടില്ല, അതേപോലെ തന്നെ അമുസ്ലിമീങ്ങളുമായിട്ടുള്ള നല്ല ഹുസ്നു തആമുൽ, പെരുമാറ്റ രീതി, അതുപോലുള്ള വിഷയങ്ങളിൽ, അതുപോലെ പല പല പ്രശ്നങ്ങൾ, അവർ ഹവയുടെ ആളുകളാണ്, ബിദഅത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ സലഫികളോട് പോലും സലാം പറയാത്ത രീതിയിലൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നിലപാട് സുബൈർ മങ്കടയാണ് കേരളത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത്. ഏകദേശം 2003 അദ്ദേഹം തുടങ്ങി വെച്ച് 2013 ആയപ്പോ അതിന് ഏകദേശം അന്ത്യമായി. 2016 അവസാനത്തോടുകൂടി അത് പൂർണ്ണമായും അസ്തമിച്ചു. സുബൈർ മങ്കട അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ പ്രഭാഷണം അത്തിക്കാട് വെച്ച് നടത്തി. 12-13 വർഷം ഇതേപോലെ കുറെ നാടുകളിൽ നിന്ന് ആളുകൾ വന്ന് അത്തിക്കാട് എന്ന ഒരു ഉൾപ്രദേശത്ത് വന്ന് ഒരുമിച്ച് കൂടുകയും അവിടെ ഒരു 5 ഏക്കർ ലാൻഡ് പർച്ചേസ് ചെയ്ത് പ്ലോട്ടായി തിരിച്ച് കർണാടകയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, പല ഭാഗത്ത് നിന്ന് ആളുകൾ വന്ന് അവിടെ താമസിച്ച് തങ്ങളും തങ്ങളുടെ ആളുകളും മാത്രമായി 12 വർഷത്തോളം സുബൈർ മങ്കട നടത്തി. അവസാനം സുബൈർ മങ്കട ആ പള്ളിയും മദ്രസയും ഒക്കെ അടച്ചുപൂട്ടിയിട്ട് ഒരു വിടവാങ്ങൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇതാ ഫിത്ന അധികരിച്ചിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, അക്രമവും അനീതിയും ഇതാ ഞങ്ങൾക്ക് മീതെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇതാ ഞാൻ ഇതുവരെ നടത്തിയിരുന്ന എല്ലാ ക്ലാസുകളും ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്റെ ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞ് 2016 തന്റെ വീടും സ്ഥലവും അടക്കം അവിടെ നിന്ന് വിറ്റ് അദ്ദേഹം കൊച്ചിയിലേക്ക് പോയി. പലപ്പോഴും പറയും, ഇൽമില്ലാതെ നിങ്ങൾ ദഅവത്ത് ചെയ്യാൻ പാടില്ല, ദഅവത്ത് ചെയ്യാൻ നിങ്ങൾക്ക് അഹ്ലിയത്തില്ല, അത് വലിയ വലിയ ആളുകളാണ്, പണ്ഡിതന്മാരാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പണ്ഡിതന്മാരായി ഇവർ കൊണ്ടു നടക്കുന്ന ആളുകൾ ആരാണ്? അതാണ് വിഷയം. പണ്ഡിതന്മാരെ ഇവർ കൊണ്ടു നടക്കുന്ന പണ്ഡിതന്മാർ ആരാണ്? ജാമിയ ഇസ്ലാമിയ പോലെയുള്ള, മദീന യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഖുർആനും ഹദീസും ഫിഖ്ഹും അഖീദയും ഒക്കെ പഠിച്ച് വലിയ വലിയ ഉലമാക്കളുടെ ശിക്ഷണത്തിൽ നിന്ന് പഠിച്ചിട്ട് ആ പണ്ഡിതന്മാരെ പോലും ഒരെളുപ്പമില്ലാതെ അവർ ഹവയുടെ ആളാണ്, ബിദ്അത്തിന്റെ ആളാണ് എന്ന് പറയാൻ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ ധൈര്യം വന്നു? സുബൈർ മങ്കട 12 വർഷം നടത്തി. അദ്ദേഹത്തിന്റെ റിസൾട്ട് കാണേണ്ടത് എങ്ങനെയാണ്? 12 വർഷം ദഅവത്ത് ചെയ്യാൻ ഇൽമ പഠിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി. 20ഓളം ഫാമിലി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ ഒരുമിച്ച് കൂടി. ഒരു പണ്ഡിതനെ അവർക്ക് സമൂഹത്തിന് മുന്നിൽ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യം അവിടെയാണ്. കഴിഞ്ഞിട്ടില്ല. നോൺ മുസ്ലിംസുമായിട്ടുള്ള ദഅവത്തുമായി ബന്ധപ്പെട്ട് വേദങ്ങളും മറ്റുമൊക്കെ എടുത്തുദ്ധരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് പറ്റില്ല, അതിൽ ഇരുന്ന് പഠിച്ചിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ചില ഉസൂലുകളൊക്കെ ഇവർ അന്ന് പറഞ്ഞു. എന്നിട്ട് ഒരാളെ നിങ്ങൾ കണ്ടോ? ഇല്ല. അഹ്മദ് ദീദാനിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് നേരെ, അഥവാ ഇതര മതവിഭാഗങ്ങളുമായിട്ടുള്ള ദഅവാ മേഖലയിൽ സജീവമായിട്ടുള്ള അത്തരം ആ പണ്ഡിതന്മാർക്ക് നേരെ പോലും ഇവർ ഇൻഹിറാഫ് ആരോപണവും മറ്റുമൊക്കെ ഇവർ ആരോപിച്ചു. വലിയ വലിയ സലഫി ഉലമാക്കൾ, ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ വരെയും തസ്കിയത്ത് പറഞ്ഞ പണ്ഡിതന്മാരെ ഇവർ മോശമാക്കി. ഇതാണ് ഈ 12 വർഷം സുബൈർ മങ്കട അവിടെ നടത്തിയിട്ട് കിട്ടിയത്. ഞാൻ പറഞ്ഞത് 2009 ശേഷം സുബൈർ മങ്കടയുടെ ക്ലാസ്സിലിരുന്ന് ചില ആളുകൾ ചോദിച്ചു, അറബി പഠിക്കാൻ യമനിലേക്ക് പോകാൻ പറ്റുമോ? ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം പറഞ്ഞു എന്നാൽ, ഈ വിഷയം അറിയണമെങ്കിൽ അവിടെ നിന്ന് മനസ്സിലാക്കിയാലേ നമുക്കത് കാര്യം മനസ്സിലാവുള്ളൂ. ചില ആളുകൾ ചോദിച്ചു, യമനിലേക്ക് അറബി പഠിക്കാൻ പോകാമോ? അറബി അറിയാത്തവൻ യമനിൽ പോയി പെട്ടെന്ന് എന്ത് ചെയ്യൂല? പഠിക്കൂല. അറബി പഠിക്കാൻ യമനിലേക്ക് പോകുന്നുള്ള ചോദ്യം എന്താണ്? ശരിയല്ല. അദ്ദേഹം പറഞ്ഞു പോകാം. അങ്ങനെ ചില ആളുകൾ യമനിലേക്ക് പോയി. സുബൈർ മങ്കടയുടെ ക്ലാസ്സിൽ നിന്ന് ചില ആളുകൾ യമനിലേക്ക് പോയി. അവർ യമനിലേക്ക് പോയ ചില ആളുകൾ ഇത് ഞങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഉസ്താദായ സുബൈർ മങ്കടയുടെ ഇൽമു ശരിയില്ല, സംഘടന ശരിയില്ല, തിന്മയാണ്,
അതുപോലെ തന്നെ ഇൽമില്ലാത്തവരാണ്, അവർ ഉലമാക്കളിൽ നിന്ന് ഇൽമെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് 12 വർഷം സുബൈർ മങ്കട ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ നിന്ന് യമനിലേക്ക് പോയ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, മങ്കടയുടെ ഇൽമ് പോരാ, ഞങ്ങൾ കണ്ട യമനിലെ ഇൽമാണ്, അവിടുത്തെ ദമ്മാജിലെ ഇൽമാണ് വലിയ ഇൽമ്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഷെയ്ഖ് സുബൈർ അത്തിക്കാട് ഇത്തരം ഒരു വിഭാഗത്തെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മഹാനായ മുഖ്ബിൽ റഹിമഹുല്ല വഫാത്തായി. പലപ്പോഴും ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും ദാറുൽ ഹദീസ് ദമ്മാജിൽ ക്ലാസ് എടുക്കുന്നത് ആരാണ്? ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയാണ്. അല്ല, അദ്ദേഹം 2001 വഫാത്തായി. അദ്ദേഹം സ്ഥാപിച്ച ദാറുൽ ഹദീസ് ഇന്നില്ല. ഷിയാക്കളുടെ ഹൂത്തികളുമായിട്ടുള്ള പ്രശ്നത്തില് അവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. അത്തരം അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. അവസാനം അവർക്ക് അവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. വേറെ യമനിന്റെ പല ഭാഗങ്ങളിൽ ദാറുൽ ഹദീസുകൾ മുഖ്ബിൽ റഹിമഹുല്ലയുടെ പല ശിഷ്യന്മാരും ഇന്ന് നടത്തുന്നുണ്ട്. ദാറുൽ ഹദീസ് മുഖ്ബിൽ റഹിമഹുല്ല തുടങ്ങിയ ദാറുൽ ഹദീസ് ഇന്ന് ഇല്ല. അദ്ദേഹം പഠിപ്പിച്ച നിലപാടുകളും ഇന്നില്ല. അതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ 2009 ആര് പോകുന്നത്? അത്തിക്കാട് നിന്ന് ദാറുൽ ഹദീസിലേക്ക് ദമ്മാജിലേക്ക് പലരും പോകുന്നത്. പോയിട്ട് വന്നപ്പോ സുബൈർ മങ്കടക്കെതിരെ അവരും ചില ആളുകൾ തിരിഞ്ഞു. അപ്പൊ സുബൈർ മങ്കട മറ്റ് അദ്ദേഹത്തിന് ചില ബന്ധമുള്ള ആളുകളുമായി വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവസാനം 2 വർഷത്തിനുള്ളിൽ പറഞ്ഞു, നിങ്ങൾ ആരും യമനിലേക്ക് പോകരുത്, നിങ്ങൾ ആരും യമനിലേക്ക് പോകരുത്. ഈ ശിഷ്യന്മാര് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഉസ്താദ് നന്നായാലും ശിഷ്യന്മാരെന്ത് ചെയ്യൂല, ശരിയാവില്ല. സുബൈർ മങ്കട പറഞ്ഞു, നിങ്ങൾ ആരും പോകരുത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ യമനികൾക്കെതിരെ മറ്റു പണ്ഡിതന്മാർ പറയുന്നതിന് മുമ്പ് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുള്ള സുബൈർ മങ്കടയുടെ ക്ലാസ്സുകളുണ്ട്. അദ്ദേഹം ഹജൂരിയുടെയും മറ്റുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ അപകടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സലഫി പണ്ഡിതനെ മോശമാക്കി കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യമനിലുള്ള ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയുടെ ശിഷ്യന്മാരും ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത് അത് മാത്രമേ ഇനിയുള്ള എന്റെ സംസാരത്തിലുള്ളൂ. ഇതൊന്നും വെച്ചിട്ട് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, അത് മനസ്സിലാക്കുകയും ചെയ്യരുത്. ഏതായിരുന്നാലും സുബൈർ മങ്കടയുടെ ക്ലാസ്സിൽ 2 വിഭാഗം ഉടലെടുത്തു 12 വർഷം കൊണ്ട്. ഒന്ന്, യമനിനെ അനുകൂലിക്കുന്ന ആളുകൾ. 2, യമനിനോട് പോകുന്നത് വിയോജിക്കുന്ന ആളുകൾ. ഇങ്ങനെ 2 വിഭാഗം അവിടെ ഉണ്ടായി. അവസാനം ഇവര് തമ്മിൽ തല്ലാൻ തുടങ്ങി. പള്ളിക്കുള്ളിൽ കയ്യേറ്റ ഉണ്ടായി. അത്തിക്കാട് സലഫിയത്ത് പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ പള്ളിയില് കയ്യേറ്റ ഉണ്ടായി. ഒരു സഹോദരൻ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ സഹോദരനെ നിസ്കാരത്തിൽ നിന്ന് വലിച്ച് ഇറക്കി തല്ലി പള്ളിയിൽ നിന്ന് പുറത്താക്കി. അവിടെ യമനി മറ്റുള്ള ഇവര് തമ്മിൽ എന്ത് ചെയ്തു, അടികൂടി, പ്രശ്നമായി. അവസാനം ഈ അടിയുണ്ടാക്കിയ ആൾക്ക് ഊരുവിലക്കുണ്ടായി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ വിടവാങ്ങൽ പ്രഭാഷണം സുബൈർ മങ്കട അവിടെ നടത്തി. പള്ളി വേറൊരാൾ കേൾപ്പിക്കുന്നു, അദ്ദേഹം വന്ന് പള്ളി ഏറ്റെടുക്കുന്നു. 2014 ജനുവരിയിൽ ആ പള്ളിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പുതിയ മുത്തവല്ലി നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്, അടുത്ത ആഴ്ച മുതൽ ഈ പള്ളിയിൽ ജുമാ ഇല്ല. ആലോചിച്ച് നോക്കുക, അടുത്ത ആഴ്ച തൊട്ട് പള്ളിയിൽ ജുമാ തുടങ്ങുമെന്നാണ് എന്ത് ചെയ്യല്, ഇല്ലാത്ത പള്ളിയിൽ പറയാ. 12 വർഷം സലഫിയത്ത് പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ പള്ളിയിൽ ഇനി ജുമാ ഇല്ല എന്ന് പറഞ്ഞു. കേസായി, പ്രശ്നമായി, പോലീസ് വന്നു, പള്ളി 2-3 മാസം അടച്ചുപൂട്ടി. ഈ കുട്ടികൾ പല വഴിക്കായി. ചില ആളുകൾ അവിടെ സ്ഥലം വാങ്ങി താമസിച്ചു കുടുങ്ങിപ്പോയ ചില ആളുകൾ അവിടെ തന്നെ ബാക്കിയായി. അങ്ങനെ സുബൈർ മങ്കടയിൽ നിന്ന് പിരിഞ്ഞുപോയ ചില ആളുകൾ അവർ പല ഭാഗങ്ങളിലായി. അവരിൽ ചിലർ കർണാടകയിലെ, ദക്ഷിണ കന്നഡയിലെ മംഗലാപുരം ഭാഗത്തും വന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ 2012-13 സമയമായപ്പോ സുബൈർ മങ്കടയുടെ ഇടയിൽ പ്രശ്നമുണ്ടായി. ചില ആളുകൾ പല ഭാഗത്തേക്ക് പിരിഞ്ഞതുപോലെ അവരെവിടേക്കും വന്നു, മംഗലാപുരത്തും വന്നു. ഇത് ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു ഫിത്നയല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3-4 വർഷമായിട്ട് തുടങ്ങിയ ഒരു ഫിത്നയായിട്ട് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണ്ട. അങ്ങനെ ഇരിക്കുമ്പോ പിന്നീട് എന്തായി, 2012 ശേഷം ബഹുമാന്യനായ മർഹൂം സക്കരിയ സ്വലാഹി റഹിമഹുല്ല, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ, അദ്ദേഹവും ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം മംഗലാപുരം സൈഡിലേക്ക് വരുമ്പോ സുബൈർ മങ്കടയുടെ ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞ 2 കൂട്ടർ, യമനി ചിന്താഗതി അനുകൂലിക്കുന്നവരും അല്ലാത്തവരും
ഒക്കെ അവലും കഞ്ഞിയായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങി. നോട്ട് ദ പോയിന്റ്. നാട്ടുകാർക്കും തിരിഞ്ഞില്ല, അവിടുന്ന് ഇവിടുന്ന് ഇവര് വിളിച്ചിട്ട് വരുന്ന പണ്ഡിതന്മാർക്കും തിരിഞ്ഞില്ല എന്താ ഇവിടെ നടക്കുന്നത്. അങ്ങനെ അവർ പറയാൻ തുടങ്ങി ദമ്മാജിലേക്ക് പോകണം. വീണ്ടും ഈ വാദം ശക്തമായി. സ്വലാഹി ആദ്യകാലത്ത് ദാറുൽ ഹദീസ് ദമ്മാജിലെ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം പറഞ്ഞു അവിടെ പ്രശ്നകലുഷിതമാണ്, അവിടെ നിങ്ങൾ പോകാൻ പാടില്ല, അവിടെ ഇൽമു പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല? ഇൽമു കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇൽമു കിട്ടില്ല എന്ന് സ്വലാഹിയും പറഞ്ഞു. പക്ഷെ ഇവര് കേട്ടോ? ഇല്ല, കേട്ടില്ല. പലരും പോയിട്ട് ഇവർ എന്തു കൊണ്ടുവന്നു എന്നതാണ് നമ്മുടെ വിഷയം. ഇവിടെ ഇൽമില്ല, ഇവിടെ ശരിയായ സലഫിയ്യത്തില്ല, ഇവിടെ സംഘടനയാണ്, ഇവിടെ ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ദമ്മാജിലേക്ക് പോയിട്ട് ദമ്മാജിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണ്? ഇൽമാണോ കൊണ്ടുവന്നത്? വർഷങ്ങളായി ഇവർക്കിടയിൽ ക്ലാസ് എടുത്ത് നടക്കുന്ന ചിലരൊക്കെ ഉണ്ട്. പണ്ഡിതന്മാരുടെ അവസ്ഥ തന്നെ പറയാം. ഇവർ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇപ്പോ നമ്മുടെ ഒരു കുഞ്ചത്തൂര് മഞ്ചേശ്വരം ഭാഗത്ത് ഒരാളുണ്ട്, ഫുലാൻ ഇബ്നു ഫുലാൻ, അബു ഫുലാൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ അദ്ദേഹത്തിന് അറബി ഭാഷ പോലും തിരിയില്ല. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പറയുന്നില്ല. അറബി പഠിക്കാൻ പോയിട്ട് അറബി പഠിച്ചോ? പഠിച്ചില്ല. ഇൽമു കിട്ടിയോ? ഇൽമു കിട്ടിയെങ്കിൽ ആ ഇൽമു നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ കിട്ടണം. ഇല്ല, മറിച്ച് ഞാനും നിങ്ങളും ഇവരുടെ നാവുകളിൽ നിന്ന് കേട്ടത് എന്താണ്? അവൻ ശരിയില്ല, ഇവൻ ശരിയില്ല, അവൻ ബിദഅത്തിന്റെ ആളാണ്, ഇവൻ ബിദഅത്തിന്റെ ആളാണ്, അവൻ ഹവയുടെ ആളാണ്, സൗദി അത് ശരിയില്ല, ജാമിയ ഇസ്ലാമിയ മദീന യൂണിവേഴ്സിറ്റി മദ്രസ അത് ഇഖ്വാനികളുടെ മദ്രസയാണ് എന്ന് പറഞ്ഞു. രേഖകൾ ഞാൻ വായിക്കുന്നുണ്ട്. ലജ്നത്തു ദായിമ സൗദിയിലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ബക്കർ അബൂ സയ്യിദ്, അഫീഫി അടക്കമുള്ള വലിയ വലിയ ഹൈഅത്തു കിബാറുൽ ഉലമ, ആ ഉലമാക്കളെ ലജ്നത്തു ദായിമ അതിനെതിരെ ഇവർ സംസാരിച്ചു. ഈ യമനികൾ. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നെഹ്ജിൽ നിന്ന് തെറ്റിയെന്നിവർ പറഞ്ഞു. ഞാൻ വെറുതെ പറയുന്നതല്ല. ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഇഖ്വാനി വേഷധാരിയാണ് എന്നും അദ്ദേഹം ഇഖ്വാനികളുടെ അടിമയാണ് എന്നും ഇവർ പറഞ്ഞു. ശക്തമായ സലഫി വിരോധമാണ്. ഇതൊക്കെ ഇവിടെ നമ്മൾ എവിടുന്നാണ് കേട്ടത്? നമ്മളുടെ ക്ലാസ്സിൽ നിന്ന് കേട്ടതാണോ? ഈ ഗ്രൂപ്പിസം നമ്മളാണോ പറഞ്ഞത്? അല്ലല്ലോ, ഇവരല്ലേ പറഞ്ഞത്. അപ്പോ ഗ്രൂപ്പില്ല, സംഘടനയില്ല, സംഘടന പാടില്ല എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചത് എന്താണ്? നമുക്കാർക്കും പരിചയമില്ലാത്ത, പലപ്പോഴും അറിയാത്ത പണ്ഡിതന്മാരെ പോലും നമ്മൾ അവരുടെ ഇറച്ചി തിന്നു എന്നുള്ളതാണ് ഇവര് കാരണം. നമ്മളല്ല, ഇവർ തെറ്റിച്ചു. ഖേദകരമെന്ന് പറയട്ടെ, സലഫികളെ തമ്മിൽ അകറ്റി. കണ്ടാല് മുഖപ്രസന്നതയോടുകൂടി സലാം പറഞ്ഞിരുന്നവർ സലാം പറയുന്നില്ല. ഞാൻ ഇന്നൊരു സഹോദരന് സലാം പറഞ്ഞു. ഒന്നല്ല, ഒരുപാട് ആളുകൾ. ആരും സലാം മടക്കുന്നില്ല. ശ്മശാനത്ത് ഖബറിൽ പോയി സലാം പറഞ്ഞാൽ ഉണ്ടാകുന്ന അതേ അവസ്ഥ. ഒരു കൊച്ചുകുട്ടിയോട് സലാം പറഞ്ഞു, ആ കുട്ടി മുഖം തിരിച്ചു പോയി. നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞ അനുകമ്പയുള്ള മനസ്സാണ്, കരുണയുള്ള മനസ്സാണ്. ആ മനസ്സിൽ എങ്ങനെ ഈ വിഷം കയറി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ചെറിയ കാര്യമല്ല. നിങ്ങൾ നോക്കി, ഇത്തരം ആളുകളുടെ ക്ലാസ്സുകളിൽ പോകുന്ന ഇവരുടെ കുട്ടികളോട് പോലും പറഞ്ഞിരിക്കുന്നത് അവരുടെ സലാമിന് മടക്കരുത്. ചില കുട്ടികൾ അറിയാതെ സലാം മടക്കിയവരും ഉണ്ട് കേട്ടോ, അത് വേറെ വിഷയം. അവരുടെ നിഷ്കളങ്കതയാണത്. പെട്ടെന്ന് മടക്കിയിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? മടക്കേണ്ടിയില്ലായിരുന്നു. കാരണം പഠിപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ തമാശ പറഞ്ഞല്ല, ചെറിയ വിഷയമല്ല. സത്യത്തിൽ എന്താണ് വലാ ബറാ എന്നത് പഠിപ്പിക്കണമെന്ന് പറയും. എന്നിട്ട് ഇവർ പഠിപ്പിച്ചത് എന്താ? വലാ ഉണ്ട്, ബറാ ഉണ്ട്. ബറാ എന്ന് പറഞ്ഞാല് ബന്ധവിച്ഛേദനം. എങ്ങനെ ബന്ധം ചേർക്കണം പഠിപ്പിച്ചോ? വിയോജിപ്പുള്ള ഒരാളോട് പോലും ഏതൊക്കെ അർത്ഥത്തിൽ ബന്ധം ചേർക്കണം പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതിവർ പഠിപ്പിച്ചോ? ഇല്ല. അവിടെ പോകരുത്, അവൻ ഹവയുടെ ആളാണ്, ബിദഅത്തിന്റെ ആളാണ് എന്നതാണ് അവരിൽ നിന്ന് കേട്ടത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ദമ്മാജിലേക്ക് പോയി അവിടെ നിന്ന് കൊണ്ടുവന്നത് ഗ്രൂപ്പിസാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും,
അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ മറുപടി പറയുന്ന ആളുകൾ വന്നിട്ട് പറയും ദാറുൽ ഹദീസ് ദമ്മാജ് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാലം അദ്ദേഹം ചെറുപ്പത്തിൽ ഖുർആനും ചെറിയ കിതാബുകളൊക്കെ ഓതി പഠിച്ചു. അദ്ദേഹം ഒരു ഷീഈ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നയാളാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ ജനിച്ച ചുറ്റുപാട് ഷീഈ ചുറ്റുപാടിലാണ്. എന്റെ ഉസ്താദന്മാർ ഷീഈ വിഭാഗത്തിലെ ഉസ്താദന്മാരായിരുന്നു. ഞാൻ എന്റെ ജോലി ആവശ്യാർത്ഥം സൗദിയിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം ജോലി ആവശ്യാർത്ഥം സൗദിയിലേക്ക് വന്നപ്പോ അവിടെ സലഫി പണ്ഡിതന്മാരിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും അവസാനം അവിടെ നിന്ന് നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. ജോലിക്ക് വന്നു, നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് നാട്ടിലെ ഷിയാക്കളുടെ ആശയാദർശങ്ങളെയൊക്കെ അദ്ദേഹം എതിർത്തു. അപ്പൊ സ്വാഭാവികമായും അവർക്കിടയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അദ്ദേഹം കുറച്ചുനാൾ മൗനം ദീക്ഷിച്ച് വീണ്ടും ഷിഈ വിഭാഗത്തിലെ സെയ്ദിയാക്കളിൽപ്പെട്ട ഒന്ന് രണ്ട് ഉസ്താദന്മാരുടെ കീഴിലിരുന്ന് അദ്ദേഹത്തിന് പഠിക്കേണ്ടി വന്നു. അവസാനം അദ്ദേഹം തന്റെ യമനിൽ നിന്ന് ഉപരിപഠന ആവശ്യാർത്ഥം അദ്ദേഹം വീണ്ടും സൗദിയിലേക്ക് വന്നു. ജാമിയ ഇസ്ലാമിയയിൽ വരുന്നു. അവിടെ വന്നുകൊണ്ട് അദ്ദേഹം പഠിച്ചു. സഹീഹ് മുസ്ലിം ഷെയ്ഖ് ഇബ്നു ബാസിൽ നിന്ന് അദ്ദേഹം ഓതി പഠിച്ചു. എന്നിട്ട് സൗദിയിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി 1979 അദ്ദേഹം സൗദി ഭരണകൂടം അദ്ദേഹത്തെ 3 മാസം ജയിലിലടച്ചു. അവിടെ 1979 ജുഹൈമനാന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കഅബ മക്കം ഹറം ആക്രമിച്ച് 2 ആഴ്ച ആ പ്രശ്നം കലുഷിതമായപ്പോ അദ്ദേഹവുമായി കത്ത് വഴി എന്തോ ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് 3 മാസത്തോളം ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല സൗദി ജയിലിൽ കടന്നു. തുടർന്ന് അദ്ദേഹം ദാറുൽ ഹദീസിലേക്ക് വരുന്നു, യമനിലേക്ക് വരുന്നു. തന്റെ നാടായിട്ടുള്ള ദമ്മാജിൽ വന്ന് അദ്ദേഹം അവിടെ അഹ്ലുസുന്നയുടെ യഥാർത്ഥമായ രീതിയിലുള്ള പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം അവിടെ തുടങ്ങാൻ. അങ്ങനെ ദാറുൽ ഹദീസ് ഉണ്ടാകുന്നു. അവസാനം അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരെ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിലേക്ക് ആയിരങ്ങൾ വന്നു. അദ്ദേഹത്തിന് ഇൽമിന് വലിയ കബൂലിയത്ത് നൽകി. ഹദീസിൽ അറിയപ്പെട്ട പണ്ഡിതനായി അദ്ദേഹം 2001 അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വഫാത്തായി. അദ്ദേഹം തന്റെ ജീവിതകാലത്ത് തന്റെ ചില ശിഷ്യന്മാർക്കിടയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ടതുകൊണ്ടാകണം അദ്ദേഹം മരണത്തോട് അടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വസിയ്യത്ത് നൽകുന്നുണ്ട്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ആ വസിയ്യത്ത് പ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ വസിയ്യത്തിന്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോ ശേഷം പറയുന്ന പണ്ഡിതന്മാരിലേക്ക് നിങ്ങൾ മടങ്ങണം. ഞാൻ ഈ പറയുന്ന ആളുകളുടെ പേര് നിങ്ങൾ ഓർത്തു വെച്ചാൽ മാത്രമേ യമനിൽ നിന്ന് സംഘടന പാടില്ല, തിന്മയാണ് സംഘടന, ഗ്രൂപ്പിസം എന്നൊക്കെ പറഞ്ഞ് ഇവരിവിടെ ഇറക്കിയിട്ടുള്ള ഗ്രൂപ്പിസം എന്താണ് എന്ന് ഇനിയുള്ള വിഷയം നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല പറഞ്ഞു, അദ്ദേഹം തന്റെ കുടുംബക്കാർക്ക് നൽകുന്നുണ്ട് വസിയത്ത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഊസി ഇഖ്വാനി ഫില്ലാഹി അഹ്ലസുന്ന, അഹ്ലുസുന്നയിലെ എന്റെ സഹോദരങ്ങൾക്ക് നൽകാനുള്ള വസിയത്ത് ബിൽ ഇഖ്ബാലി അലൽ ഇൽമി നാഫിഅ, നാഫിഅയ ഇൽമ നിങ്ങൾ പഠിക്കണം. വസ്ദിഖി മഅല്ലാഹി വൽ ഇഖ്ലാസ്, അല്ലാഹുവിനോട് സിദ്ഖ് ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വൈദാ നസലത് ബിഹിം നാസില ഇജ്തമഅ ലഹാ ഉലുൽ ഹല്ല് വൽ അഖദ് ഖശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് വശൈഖ് അബുൽ ഹസൻ അൽ മാരിബി വശൈഖ് അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ വശൈഖ് യഹ്യ അൽ ഹജൂരി വശൈഖ് അബ്ദുറഹ്മാൻ അൽ അദനി. അദ്ദേഹം ഈ പേരുകൾ എണ്ണി പറഞ്ഞു. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ മടങ്ങേണ്ട ആളുകൾ, ഈ ആളുകൾ ഇവർക്കിടയിൽ സുൽഹിന്റെ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് കൂടി ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ ഇവരിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പ്രത്യേകമായി അദ്ദേഹം പറഞ്ഞു, വാൻസഹും, ഞാൻ അവരെ ഉപദേശിക്കുന്നു, അയ്യസ്തശീറു ഫീ ഖളായാഹും, അവരുടെ പ്രശ്നങ്ങളിൽ അവർ ശൂറ ചെയ്യണം. അശ്ശൈഖ് അൽ ഫാളിൽ അൽ വാഇൽ അൽ ഹകീമ അശ്ശൈഖ് മുഹമ്മദ് അസ്സുംലി, അദ്ദേഹം മുഹമ്മദ് അസ്സോംലി എന്ന പണ്ഡിതനുമായി നിങ്ങളുടെ വിഷയങ്ങളിൽ ശൂറ ചെയ്യണം. ഞാനും ഫൈന്നി കുന്തു അസ്തശീറുഹു വയുശീറു അലയ്യ ബിർറുശ്ദ്, ഞാനും പല കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് ശൂറ ചെയ്യാറുണ്ട് എന്ന് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല പറഞ്ഞ് അദ്ദേഹം ഈ പറഞ്ഞ 8 ആളുകളുടെ പേര് പറഞ്ഞു. ഈ പേരിൽ നമ്മൾ പ്രധാനമായും കേട്ടിട്ടുള്ളതാണ് ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട്
പിന്നീട് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല വഫാത്തായി. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഇതാണ് വസ്തുത. ഈ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസവും ഗ്രൂപ്പിസവും അവർക്കിടയിൽ തുടങ്ങിയപ്പോഴാണ് ഇവിടുന്ന് പല ആളുകൾ എന്ത് ചെയ്തത്, അവിടേക്ക് പഠിക്കാൻ പോയത്. സ്വാഭാവികമായും അവർക്ക് കിട്ടിയത് എന്താ? അവർക്കിടയിലെ ഗ്രൂപ്പിസാണ്. ഓരോ ആളുകള് തങ്ങളുടെ ഷെയ്ഖന്മാരുടെ കീഴിലുള്ള ദാറുൽ ഹദീദുകളിലേക്ക് പോകും, മഅബറിലേക്കും അതുപോലെ തന്നെ മുഹമ്മദ് അൽ ഇമാമിന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ഹജൂരിയുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് അല്ലെ ഒക്കെ പോയി അവരുമായി ബന്ധപ്പെട്ട ഒരു ഷെയ്ഖും ആ ഷെയ്ഖിന്റെ ഗ്രൂപ്പുമായിട്ട് മാറി. ഇനി ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ആ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് ചിലപ്പോൾ നമുക്കത്ര ദഹിക്കുന്ന വിഷയമല്ല. ഏതായിരുന്നാലും ഇവർക്കിടയിൽ പ്രധാനമായും ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല വഫാത്തായതിൽ പിന്നെ 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 6 വർഷം കഴിഞ്ഞപ്പോ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല പറഞ്ഞു, നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായാൽ മടങ്ങണമെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ അൽ അദനി റഹിമഹുല്ല അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹവും ഷെയ്ഖ് യഹ്യൽ ഹജൂരിയും തമ്മിൽ പ്രശ്നമുണ്ടായി. അതിൽ ചില ആരോപണങ്ങൾ ഷെയ്ഖ് യഹ്യൽ ഹജൂരി അബ്ദുറഹ്മാൻ അൽ അദനിക്ക് നേരെ നടത്തി. അഥവാ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല ആരിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞ ആ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ എന്ത് ചെയ്തു, ആ ശിഷ്യന്മാർക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെ അവർ ദാറുൽ ഹദീസിൽ ഒരുമിച്ച് കൂടി ഒരു സുല്ലിയിലെത്തി. എന്ത് ചെയ്യാൻ പാടില്ല, അബ്ദുറഹ്മാൻ അൽ അദനിക്ക് നേരെയും അതേപോലെ തന്നെ ഹജൂരിക്ക് നേരെയും പരസ്പരം ഒന്നും പറയാൻ പാടില്ല, ആരും ഒന്നും മിണ്ടാൻ പാടില്ല, ഈ വിഷയം ഇവിടെ അവസാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുൽഹ് ഉണ്ടാകുന്നു. തുടർന്ന് അബ്ദുറഹ്മാൻ അൽ അദനി തന്റെ നാടായിട്ടുള്ള അദനിലേക്ക് അദ്ദേഹം മടങ്ങി. ആ പോയ സന്ദർഭത്തിൽ ഷെയ്ഖ് യഹ്യൽ ഹജൂരി ദാറുൽ ഹദീസ് ദമ്മാജിൽ വെച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി, ലാ യർജി അബ്ദുറഹ്മാൻ ഇലാ ദമ്മാജ്, ദമ്മാജിലേക്ക് ആരും മടങ്ങി വരാൻ പാടില്ല, അബ്ദുറഹ്മാൻ അദനി മടങ്ങി വരാൻ പാടില്ല. ആരാണ് അബ്ദുറഹ്മാൻ അദനി? ഷെയ്ഖ് യഹ്യൽ ഹജൂരിയെ പോലെ മുഖ്ബിൽ റഹിമഹുല്ല പറഞ്ഞയാളാണ്. അങ്ങനെ വീണ്ടും ആ ദമ്മാജിൽ അവർക്കിടയിൽ പ്രശ്നമുണ്ടായി. ഹജൂരി പറഞ്ഞു അദ്ദേഹം സാഹിബ് ഫിത്നയാണ്, അദ്ദേഹം ഹിസ്ബിയാണ് എന്നൊക്കെ ഷെയ്ഖ് യഹ്യൽ ഹജൂരി പറഞ്ഞു. അവസാനം മഅബറിലെ ദാറുൽ ഹദീസിൽ വെച്ചുകൊണ്ട് അടുത്ത ഒരു സിറ്റിംഗ് ഉണ്ടായി. അബ്ദുറഹ്മാൻ അദനി വരട്ടെ, പക്ഷെ യഹ്യൽ ഹജൂരി പോയില്ല, ഫോൺ വഴി സംസാരിച്ചു. അവിടെയും വീണ്ടും പ്രശ്നമായി. ഈ പ്രശ്നം വീണ്ടും വലുതായി. തുടർന്ന് ഈ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള ബുർഈ സ്വംല്, അതേപോലെ മുഹമ്മദ് അൽ ഇമാം, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ അതില് ഹജ്ജിന് വന്നപ്പോ ആ കൂട്ടത്തിൽ യഹ്യൽ ഹജൂരിയും ഉണ്ട്. എല്ലാവരും കൂടി ഷെയ്ഖ് റബിയ ഹഫിളഹുല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. അന്ന് ഷെയ്ഖ് റബിയ ഹഫിളഹുല്ല ഇവർക്ക് അന്ന് പറ്റുമായിരുന്നു, പക്ഷെ ഇന്ന് എന്ത് ചെയ്യില്ല, അദ്ദേഹത്തെ പറ്റൂല കേട്ടോ, അത് വേറെ വിഷയം. ഇന്ന് അദ്ദേഹം ഹിസ്ബിയാണ്, അദ്ദേഹം ബിദഈയാണ്, ഫിത്നയാണ്, ദജ്ജാലാണ്, കദ്ദാബാണ്, ഇങ്ങനെ ഒരുപാട് അദ്ദേഹത്തെ പറ്റി ഇന്ന് ഇവർ പറയുന്നുണ്ട്. അന്ന് ഹജൂരി അടങ്ങുന്ന ആളുകള് ഷെയ്ഖ് റബീന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി, ഞങ്ങളുടെ യമനിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒന്നാലോചിച്ച് നോക്കുക, അവിടുത്തെ പ്രശ്നം തീർക്കാൻ അവരെങ്ങോട്ട് പോവാണ്, സൗദിയിലേക്ക് പോവാണ്. ഇവിടുന്ന് നമ്മുടെ ആളുകൾ പറയാണ് ഇവിടെ ഗ്രൂപ്പാണ്, നമുക്ക് എല്ലാവർക്കും കൂടി എങ്ങോട്ട് പോകാം, യമനിലേക്ക് പോകാം. ഒന്നാലോചിച്ച് നോക്കുക, അവര് പ്രശ്നം തന്നെ അവിടേക്കാ പോകുന്നത്. അവസാനം ഷെയ്ഖ് റബീന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ആ ഒരു സിറ്റിംഗില് ഈ വിഷയമൊക്കെ അവർ ചർച്ച ചെയ്തു. ആ സന്ദർഭത്തിൽ ഷെയ്ഖ് റബി അവരോട് ചോദിച്ചു, യാ ഷെയ്ഖ് യഹ്യൽ ഹജൂരിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, അബ്ദുറഹ്മാൻ അൽ അദനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ മാ ഇൻദഹു ഹിസ്ബിയ, അദ്ദേഹം ഒരു ഹിസ്ബിയല്ല, നഹ്നു നഅരിഫു റജുൽ, അദ്ദേഹത്തെ നമുക്കറിയാം. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല തസ്കിയത്ത് കൊടുത്ത പണ്ഡിതനാണ്. എന്നിട്ട് അന്ന് വന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഹൽ തറൗന അന്ന അബ്ദുറഹ്മാൻ ഹിസ്ബിയുൻ, നിങ്ങൾ ആരെങ്കിലും ഈ യഹ്യൽ ഹജൂരി പറയുന്നത് പോലെ അബ്ദുറഹ്മാൻ ഹിസ്ബിയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അവർ പറഞ്ഞു ലാ, ഇല്ല. അങ്ങനെ ഷെയ്ഖ് റബീന്റെ വീട്ടിൽ നിന്ന് യഹ്യൽ ഹജൂരിനോട് പറയാണ്, ഇനി ഈ സംസാരങ്ങൾ ഒഴിവാക്കണം, തഹ്സീബാക്കിയത് ഹിസ്ബി എന്നൊക്കെ പറഞ്ഞത് ഒഴിവാക്കി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങണം എന്നൊക്കെ പറഞ്ഞ് അത് അംഗീകരിച്ച് യമനിലേക്ക് വരികയാണ്. ഈ സന്ദർഭത്തിൽ
അബ്ദുറഹ്മാൻ അൽ അദനി അവരുടെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് റബി അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്ദുറഹ്മാൻ അദനിയോട് പോയിട്ട് പറയണം, അയ്യുൻസില ബയാനൻ അല അന്നഹു യബ്റഉ ഇലല്ലാഹ് മിമ്മ യത്അനു ഫീ ദമ്മാജ്. ദമ്മാജിൽ തനിക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ അള്ളാഹുവിലേക്ക് വിഷയം വിടാൻ വേണ്ടിയിട്ട് ഒരു വിഷയം വിട്ടുകൊണ്ട് താങ്കൾ ഒരു സംസാരം നടത്താൻ അബ്ദുറഹ്മാൻ അൽ അദനിയോട് പറയണമെന്നും പറഞ്ഞ് വിട്ടു. അവസാനം ഷെയ്ഖ് റബീന്റെ വീട്ടിൽ വെച്ച് നടന്നതിന് ശേഷം ഇവർ ദമ്മാജിലേക്ക് വരികയാണ്. അവിടെ വന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വീട്ടിൽ യമനിൽ അവർ ഒരുമിച്ച് കൂടുന്നു. യമനിലെത്തിയപ്പോ വീണ്ടും ഹജൂരി ഈ പറയുന്ന അബ്ദുറഹ്മാൻ അൽ അദനിയെ തഹ്സീബ് ഹിസ്ബിയാണ് എന്ന് പറയാൻ തുടങ്ങി. പിന്നീട് അവർക്കിടയിൽ പ്രശ്നമുണ്ടായി. അപ്പോ ആ സന്ദർഭത്തിൽ അതുവരെ ഇവർക്കെതിരിൽ സൗദിയിലെ പണ്ഡിതന്മാരൊന്നും ഇവർക്കെതിരിൽ വലുതായി ഒന്നും പരസ്യമായി ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ അതിനുശേഷം യമനിൽ നിന്ന് തടയുന്ന തരത്തിലുള്ള ചില സംസാരങ്ങൾ വന്നപ്പോ അവിടെയുള്ള പണ്ഡിതന്മാർ തീരുമാനിച്ചു, നമ്മൾ ഈ വിഷയത്തില് ശരിയായ ഒരു വിഷയത്തിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി പരസ്പരം ചർച്ച തുടങ്ങി. അവസാനം പല പല ഗ്രൂപ്പുകളായി. ഈ വിഷയത്തില് പ്രധാനമായും യഹ്യ അൽ ഹജൂരിയും അദ്ദേഹത്തിന്റെ അനുയായികളും അബ്ദുറഹ്മാൻ അൽ അദനിയും, പിന്നീട് ഷിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ഭരണപരമായ വിഷയങ്ങളിൽ ഷെയ്ഖ് മുഹമ്മദ് അൽ ഇമാമിന്റെ മറ്റു വിഷയങ്ങൾ അവർ വേറെ വിഭാഗമായി. അങ്ങനെ പല പല ഗ്രൂപ്പുകളായി ഇവരവിടെ മാറി. ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ്? ആ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചു. ഇവിടെ പ്രധാനമായിട്ടും യഹ്യ അൽ ഹജൂരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ നടക്കുന്ന ആളുകൾ. ഇനി ഷെയ്ഖ് യഹ്യ അൽ ഹജൂരിയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാലേ ഈ വിഷയത്തിന്റെ പൂർണ്ണമായ ഒരു വസ്തുത നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ ഇവിടെ പല ആളുകളും ദമ്മാജിലേക്ക് മടങ്ങണം. അപ്പോ ഇവിടെ ആലിമീങ്ങളില്ല, അഹ്ലെ ഹദീസിന്റെ പണ്ഡിതന്മാരൊന്നും ആലിമീങ്ങളല്ല എന്നൊക്കെ പറയുമ്പോ ആരാ ആലിമ്? ഇവിടെയുള്ള ആലിമിനെ പറയാൻ പറഞ്ഞാല് മഞ്ചേശ്വരത്ത് ഒരാള്, കുഞ്ചത്തൂരത്തെ ആളാണ്, മൂടബിദ്രയിലെ ആലിം. ഇവിടുത്തെ ആലിമാണ്, അയാൾ തന്നെയാണ് കൃഷ്ണാപുരത്തെ ആലിം, അയാൾ തന്നെയാണ് ശിർവത്തെ ആലിം, അയാൾ തന്നെയാണ് BC റോഡത്തെ ആലിം. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോ ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങളോളം ഇരുന്ന് ഇൽമു പഠിച്ച് വലിയ വലിയ പണ്ഡിതന്മാർക്ക് കീഴിൽ ഇൽമു പഠിച്ച അവരൊന്നും ആലിമല്ല. പിന്നെ ആലിമായിട്ട് കാണിച്ച ആളാരാ? അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, അപ്പൊ ആളുകൾ വിമർശിക്കും. ഇനി ആലിമു എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എവരിലേക്കാണ്? ഇവരിലേക്ക്. ഇനി ഇവര് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന ഒരിക്കലും തീരാത്ത ഈ പറയുന്ന ഗ്രൂപ്പിസത്തിലേക്കാണ് ഇവർ കൊണ്ടുപോയി എത്തിക്കുക. അവസാനം ഇനി ഞാനും നിങ്ങൾ ഇവരുടെ കൂടെ പോയാലോ? ഒരു മാസം കഴിയുമ്പോൾ നമ്മളും വരും, ഒരു തലക്കെട്ടും കെട്ടി കുർത്തയും കെട്ടി അങ്ങോട്ട് താലും നടിച്ച് ഞാനൊരു വലിയ ആലിമാണ് എന്ന പോലെ അങ്ങോട്ട് ഇറങ്ങും. അവൻ ഫാസിഖാണ്, അവൻ ബിദഅത്തിന്റെ ആളാണ്, ഇത് തന്നെ നമ്മൾ പറയും. നമുക്ക് പറയാൻ പേടിയാണ്. ഇവരിത്ര ആരോപിച്ചിട്ടും ഇവരെ പറയാൻ നമുക്ക് പേടി. കാരണം ഇത് ചെറിയ വിഷയമല്ല, വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാൻ ഒരു മടിയുമില്ലാതെ സാധാരണക്കാരായോ ഒന്നും അറിയാത്ത സാധാരണക്കാരായ ആളുകളാണ് പറയുന്നത് അവൻ ബിദഅത്തിന്റെ ആളാണ്. അപ്പൊ ഏതെങ്കിലും വിഷയത്തിൽ മസ്അല ചോദിച്ചാലോ ഇൽമില്ലാതെ പറയാൻ പറ്റൂല. അവൻ ബിദഅത്താണ്, അവൻ ഹവയുടെ ആളാണ് എന്ന് പറയാൻ ഇവർക്ക് എന്ത് വേണ്ട? ഇൽമു വേണ്ട. അത് ഏതൊരാൾക്കും അത് പറയാനുള്ള തസ്കിയത്തും സർട്ടിഫിക്കറ്റും ഇവർ കൊടുക്കും. അഹ്ലുസുന്നയുടെ ഉലമാക്കളെ പരിഹസിച്ചു, കളിയാക്കി, അവരിൽ നിന്ന് ആളുകളെ അകറ്റി. മഹാനായ അബ്ദുൽ ലത്തീഫ് ആലു ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, മിൻ ആദത്തി അഹ്ലിൽ ബിദഅ, അഹ്ലുൽ ബിദഅന്റെ ഒരു രീതിയിൽപ്പെട്ടതാണ് ഇദാ അഫ്സദു ഇദാ അഫ്ലസു മിനൽ ഹുജ്ജ വലാഖത അലൈഹിമുസ് സുബുൽ. അവർക്ക് തെളിവുകളില്ലാതെ അവർ പാപ്പരാകുമ്പോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ തറവഹു ഇല ഐബി അഹ്ലിസുന്ന, അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാരെ അവർ ആക്ഷേപിക്കും. വദമ്മിഹിം, അവരെ കുറ്റപ്പെടുത്തും. വമദ്ഹി അൻഫുസിഹിം, നമ്മളെ കുറിച്ച് സ്വമേധയാ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളാണ് ശരി എന്നൊക്കെ അവർ പറയും. അപ്പൊ നമ്മൾ സാധാരണ മൗലൂദൊക്കെ കാണുന്നത് നമ്മുടെ ആളുകളിലാണ്. എന്നാൽ ഈ പറയുന്ന യമനികള് ഷെയ്ഖ് യഹ്യ അൽ ഹജൂരിയെ വർണ്ണിച്ച് ഇവരുടെ തന്നെ മുഖ്ബിൽ റഹിമഹുള്ളയുടെ ശിഷ്യന്മാരെ തന്നെ പറഞ്ഞു ഇമാമു സഖലൈൻ. ആരെ വിളിച്ചത്?
യഹ്യൽ ഹജൂരിനെ കുറിച്ച്. ഇമാമു തഖലൈൻ എന്ന് പറഞ്ഞു എന്നത് ഞാൻ പറഞ്ഞതല്ല, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ളയുടെ ശിഷ്യന്മാര് തന്നെയാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തെളിവില്ലാതെ വരുമ്പോൾ മറ്റുള്ളവർക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, അവരെ പരിഹസിക്കുക. മഹാനായ മുഖ്ബിൽ റഹിമഹുള്ള പറയുന്നുണ്ട്, മിൻ അലാമാത്തിൽ ഹിസ്ബിയീന. അപ്പോ പറഞ്ഞു വന്നത് പണ്ഡിതന്മാരുടെ അഭിമാനത്തിലാണ് ഇവർ ക്ഷതം വരുത്തി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ കേരളത്തിലെയും കർണാടകയിലെയും അല്ലെങ്കിൽ സംഘടനകളുടെയും അതുപോലെ തന്നെ അഹ്ലെ ഹദീസിന്റെ പണ്ഡിതന്മാരെയാണ് ഇവരിത് പറയുന്നത് എന്ന്. അല്ല, യമനിലെ തന്നെ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ളയുടെ ശിഷ്യന്മാരെ തന്നെ, അതേപോലെ തന്നെ അവർക്കിടയിൽ തന്നെ അവർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും അപ്പുറം ഇപ്പോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കുട്ടികളെ വരെയും അവർ ഈ ഒരു എന്താ പറയാ ഉലമാക്കളെ ഇൻസൾട്ട് ചെയ്യാനും അതുപോലെ തന്നെ പരിഹസിക്കാനും ഒക്കെ ഇവര് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വെറുതെ പറയുന്നതല്ല. ഇവരുടെ ഒരു കവിതയുടെ ഒരു സമാഹാരമുണ്ട്, തഹ്സീനു സുബിയാൻ മിൻ ഹിസ്ബിയത്തി അബ്ദുറഹ്മാൻ. എന്താണ്? കുട്ടികൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് പഠിപ്പിക്കാൻ, ആരുടെ ഹിസ്ബിയത്തിൽ പെടാതെ, അബ്ദുറഹ്മാൻ അൽ അദനിയുടെ ഹിസ്ബിയത്തിൽ ഗ്രൂപ്പിൽ പെടാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കവിത സമാഹാരം. ആരാ അബ്ദുറഹ്മാൻ അൽ അദനി? ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങണം എന്ന് പറഞ്ഞ ആ മുഖ്ബിൽ റഹിമഹുള്ള പറഞ്ഞ അതേ അബ്ദുറഹ്മാൻ അൽ അദനി ഹിസ്ബിയാണ് എന്ന് പഠിപ്പിക്കാൻ കവിത വരെയും കുട്ടികൾക്ക് എഴുതിയിട്ട് കൊടുക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക. ഏകദേശം 300ഓളം പണ്ഡിതന്മാരെ ഇവർ ഹിസ്ബിയാണ് എന്ന് ഇവരുടെ തന്നെ ഒപ്പമുള്ള യമനിലുള്ള പണ്ഡിതന്മാരെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ ലിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഷെയ്ഖ് റബിയ അവസാനം പറഞ്ഞതുപോലെ ഇവർക്കിടയിൽ സുൽഹും പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടായപ്പോ ശരിയാക്കാനൊക്കെ ശ്രമം നടത്തി. അവസാനം അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് റബിയ പറഞ്ഞു, കുല്ലു സലഫിയീൻ അൽ ആന മുബ്തദിഅ. ഈ പറയുന്ന ഹജൂരിയാക്കളുടെ അടുക്കല് എല്ലാ സലഫികളും ഇപ്പൊ മുബ്തദികളാണ്. ദുആത്ത് വ ഉലമാ കുല്ലുഹും തഹ്ത ഖദമൈ. ദായിമാരാകട്ടെ പണ്ഡിതന്മാരാകട്ടെ എല്ലാവരും അവരുടെ കാലിന്റെ കീഴിലാണ്. ആരാണ് ഷെയ്ഖ് റബിയ? ഇവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് സൊല്യൂഷന് വേണ്ടിയിട്ട് മക്കയിൽ ഒരുമിച്ച് കൂടിയ ഷെയ്ഖ് റബിയ പറയാണ്, ഇവരെല്ലാവരെയും എന്താണ്, ഇവരുടെ അടുക്കൽ എല്ലാവരും ബിദഅകളാണ്. എല്ലാ നാട്ടിലുള്ള ആളുകളും ഷെയ്ഖന്മാരും ഇവർക്ക് എന്താണ് സലഫിയത്തിന് എതിരാണ് എന്ന് ഇവർ വാദിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. എന്നാലോചിച്ച് നോക്കുക. അപ്പൊ സ്വന്തം ഉസ്താദന്മാര് വരെയും തങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യുന്നില്ല, നിർത്തുന്നില്ല എന്നുള്ളതാണ്. ഇനി അഹ്ലുസുന്നയിലെ നമുക്ക് ഇവർ സാലിഹ് അൽ ഫൗസാനിലേക്ക് മടങ്ങണം, ലജ്നത്തു ദായിമയിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? അല്ല, അവരുടെ ഗ്രൂപ്പിസത്തിലേക്കാണ് കൊണ്ടുവന്നത്. നമ്മള് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെയും ലജ്നത്തു ദായിമയുടെയും ഒക്കെ ഫത്വകളും അവരുടെ ഗ്രന്ഥങ്ങളും ഈ പറയുന്ന കിബാറുൽ ഉലമയുടെ ഗ്രന്ഥങ്ങളൊക്കെ വർഷങ്ങളായി കാണുകയും പഠിക്കുകയും അത് പഠിപ്പിക്കുകയും നമ്മുടെ മദാരിസുകളിലും മർക്കസുകളിലും മദ്രസകളിലും ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുമ്പോഴും ഇവർ പറയാണ് നിങ്ങൾ കിബാറുൽ ഉലമയിലേക്ക് മടങ്ങണം. എന്നാൽ ഈ കിബാറുൽ ഉലമയെ പറ്റിയിട്ട് ഇവർ പറഞ്ഞ എന്താണ്? ലജ്നത്തു ദായിമയെ പറ്റി ഇവർ പറഞ്ഞു അവർ അഹ്ലുസുന്നയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ചില കാര്യങ്ങളുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇന്തിഖാബാത്തുമായി ബന്ധപ്പെട്ട മസ്അലയില് ഇവര് ആദ്യം വോട്ട് പാടില്ല, അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്നും പാടില്ല, ഇത് താഗൂത്താണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്നിവരൊക്കെ പരിപാടി നടത്തുന്നുണ്ട്. ഈ താഗൂത്തിന്റെ അടുത്ത് പോയിട്ട് പെർമിഷൻ എടുത്തിട്ടാണ് പബ്ലിക് പ്രോഗ്രാം. അത് പബ്ലിക് പ്രോഗ്രാമിനെ എതിർത്തു, വീഡിയോയെ ഫോട്ടോയെ എതിർത്ത ആളുകളുണ്ട്. ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ചില ആളുകൾ പറയാം അവരൊക്കെ മാറിയെന്ന്. ചില ആളുകൾ ഫോട്ടോയിൽ ആദ്യം വന്നു, പിന്നീട് അവർ വീഡിയോയിൽ വന്നു. അപ്പൊ പറഞ്ഞു നീ ചെയ്യുന്ന തെറ്റ്, നിന്റെ നഹ്ജ് തെറ്റാണ്. അവര് തമ്മില് പിന്നെ നോക്കുമ്പോണ്ട് ഇത് തെറ്റാന്ന് പറഞ്ഞവൻ വീണ്ടും അവനും എന്ത് ചെയ്യാൻ തുടങ്ങി, ഫോട്ടോയും വീഡിയോയും വിടാൻ തുടങ്ങി. നമുക്കൊരു കാര്യം തെളിവിനടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടാൽ അത് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തണം. ആദ്യം ദഅവത്തിന്റെ ഭാഗമായി വീഡിയോയും ഫോട്ടോയും ഒക്കെ പറ്റുമെന്നവർ പറഞ്ഞു, അല്ലേ?
പൊതുവെ നമുക്കിടയിൽ എല്ലാവർക്കിടയിലും അത് പറ്റുമായിരുന്നു. പറ്റില്ല എന്ന് പറയാൻ പ്രത്യേകമായി പുതിയ തെളിവുകൾ കിട്ടിയാൽ ഒരാൾ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് വെക്കുക. അവനിക്ക് എന്ത് ചെയ്തു? രണ്ടാമത് തെളിവ് കിട്ടി, അവനത് പാടില്ല എന്ന് പറഞ്ഞു. അവൻ സൂക്ഷ്മതയുടെ വഴിയെ സഞ്ചരിച്ചു. വീണ്ടും പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ ഈ രണ്ട് സന്ദർഭത്തിലും കിട്ടാത്ത പുതിയ തെളിവ് എന്ത് ചെയ്യണം? കിട്ടണം. അപ്പൊ ഇത് തെളിവിന്റെ പുറകെ പോയതല്ല, ഹവയുടെയും ശൈഖന്മാരോടുള്ള ഹിസ്ബിയത്തിന്റെയും പേരിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ആകുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഷെയ്ഖ് റബീഇനെ കുറിച്ച് ഇവർ പറഞ്ഞു, അദ്ദേഹം ദജ്ജാലാണ്, അദ്ദേഹം കദ്ദാബാണ് എന്നൊക്കെ ഇവർ പറഞ്ഞു. നമ്മളെ മാത്രമല്ല പറഞ്ഞത്. ഷെയ്ഖ് ഉബൈദുൽ ജാബിരിയെ പറ്റി പറഞ്ഞു, മുഹമ്മദ് ബിൻ ഹാദിയെ പറ്റി പറഞ്ഞു, അദ്ദേഹം ഹാഖിദാണ്, ബാഗിയാണ്, അക്രമിയാണ്, ദജ്ജാലാണ്, കദ്ദാബാണ് എന്ന് പറഞ്ഞു. ഷെയ്ഖ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തെ പറ്റി ഇവർ പറഞ്ഞു, അലാ വതീറത്തിൽ ഇഖ്വാനിൽ മുസ്ലിമീൻ വഅന്നഹു മുഖല്ലിദുൻ ലിൽ ഖറളാവി, അദ്ദേഹം ഖറളാവിയുടെ തഖ്ലീദവാദിയാണ്. നഅൂദുബില്ലാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവർക്കെതിരെ പറഞ്ഞാൽ അവൻ ഇഖ്വാനിയായി, അവനെന്തായി? സംഘടനവാദിയായി, ഗ്രൂപ്പിന്റെ ആളായി. എന്നാൽ നമ്മളെ മാത്രമാണ് പറയുന്നത്. സാലിഹ് ആലു ഷെയ്ഖിനെ പോലെയുള്ള സൗദിയിലെ ഉന്നത പണ്ഡിത സഭയിലെ പണ്ഡിതന്മാരെ കുറിച്ച് വരെയും ഈ ആരോപണം ഈ ദമ്മാജികൾ, യമനി ഹജൂരികൾ എന്ത് ചെയ്തു? ഇവർ ആരോപിച്ചു എന്നുള്ളതാണ്. വസിയുല്ലാ അബ്ബാസിയെ കുറിച്ചും ഹഫിളഹുല്ലാ ഇവർ പറഞ്ഞു. അതേപോലെ തന്നെ മുഹമ്മദ് ഷെയ്ഖ് റസ്ലാനെ കുറിച്ച് ഇവരെന്ത് ചെയ്തു? പറഞ്ഞു. അങ്ങനെ പലരെ കുറിച്ചും ഇവർ പറഞ്ഞു. വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. ഇനി യമനിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച് ഇവരെന്ത് ചെയ്തു? സ്വന്തം നാട്ടിലെ ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? അവര് മാത്രമല്ല, ഇവിടെയും എന്ത് ചെയ്തു? അവർ യമനിലുള്ള പണ്ഡിതന്മാരെ പറ്റി ഷെയ്ഖ് യഹ്യൽ ഹജൂരി പറയുന്നുണ്ട്. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളെ തന്നെ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസം വരുമ്പോ മടങ്ങണമെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ അദനി, അതേപോലെ തന്നെ മുഹമ്മദ് അൽ ഇമാം, ഇവരെ പറ്റി പറഞ്ഞു, അവർ സലഫിയത്തിന്റെ ദഅവത്തിനെ മുടക്കുന്നവരാണ്. ആരെ? സ്വന്തം ഉസ്താദ് പറഞ്ഞ വഴിയാണോ ഇവർ നടക്കുന്നത്? അതുപോലെ തന്നെ അവരെ പറ്റി പറഞ്ഞു, അവര് ഫിസ്ഖിലാണ്, അവര് വലാലത്തിലാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ വഞ്ചകരാണ് എന്നിവർ പറഞ്ഞു. അവർ ബിദ്അത്തിന്റെയും ഹവയുടെയും ആളുകളാണ് എന്ന് ഇവർ പറഞ്ഞു. അവരുടെ അസൂയയാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞു. ഇത് യമനിലെ മൊത്തമുള്ള പണ്ഡിതന്മാരെ കുറിച്ച് ഇവർ പറഞ്ഞതാണ്. ആര്? ഇതൊന്നും ഇവരുടെ പുറകെ നടക്കുന്ന ആളുകൾക്കറിയില്ല. ഇവിടെ കേൾക്കാം, നമ്മുടെ നാട്ടിൽ കുറെ ഗ്രൂപ്പും പ്രശ്നവും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ആളുകളുടെ കൂടെ നടന്നാൽ ഗ്രൂപ്പ് ഒന്നും ഇല്ലാതെ റാഹത്തിൽ നടക്കാം. മെല്ലെ മെല്ലെ നിങ്ങൾ ഇവരുടെ വഴിയെ പോയി ഇപ്പൊ തന്നെ ആയിട്ടുണ്ടാകും. ഇതാവും എന്നുള്ള പറയാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് പറയാം. ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ 5 വർഷം, കറക്റ്റ് അറിയില്ല, ഇനി ആ കണക്കിൽ പറയണ്ട. BC റോഡ് വെച്ചിട്ട് നമ്മുടെ തൊക്കോട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന വേറൊരു ഗ്രൂപ്പ്. നമ്മൾ ദിവസം എഴുന്നേക്കുമ്പോ ഗ്രൂപ്പ് പാടില്ല എന്ന് പറയുന്ന ഇവർക്ക് ഇപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ്. തൊക്കോട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില ആളുകൾ അവരെന്താക്കിയെന്ന് വെച്ചാല്, നമ്മൾ BC റോഡ് പള്ളിയിൽ ഒരു ഖുത്ബ നടത്തി. ആ ഖുത്ബയിലെ ഒരു പരാമർശത്തില് വലിയ ചർച്ചയുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഈ തൊക്കോട്ടുള്ള ഈ ഷെയ്ഖുമായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഉള്ളവനും ആ ഷെയ്ഖും അദ്ദേഹം മാത്രമേ ഇരിക്കാൻ തീരുമാനം. നമ്മൾ പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ 3 സുഹൃത്തുക്കൾ വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവർ വരാൻ പാടില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 3 ആളും വരരുത്, ചർച്ച മുടങ്ങും. അവിടെ ചെന്ന് നോക്കുമ്പോൾ 9-10 ആളുകൾ നിൽക്കുന്നുണ്ട്. ഒരു 9-10 ആളുകളുണ്ട്. അവരുടെ റൈസായിട്ട് ഇപ്പൊ ഈ ചർച്ചയിലേക്ക് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തൊക്കോട്ടത്തെ ഷെയ്ഖായിരിക്കും നമ്മളോട് സംസാരിക്കാൻ. പെട്ടെന്നൊരു ചോദ്യം, യാ സൽമാൻ സനദുണ്ടോ? സൽമാൻ സനദുണ്ടോ? ഞാനപ്പോ ഈ ചോദ്യം എന്ന ശബ്ദം നോക്കിയപ്പോണ്ട് ഒരാൾ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ അത്? ചോദിച്ച ആളാരാ? നീ ആലിമാണ് എന്നതിന് സനദുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആലിമല്ല, ഇവരെക്കാളും ജാഹിലാണ്. ജാഹിലിനെ ജാഹിലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറുപടി പറയാൻ പറ്റുള്ളൂ. അതോടെ ഇരിക്കട്ടെ. ആലിമീങ്ങൾക്ക് എന്താക്കാൻ പറ്റൂല? മറുപടി. നമ്മൾ ആരും ആലിമാണെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല കേട്ടോ.
എന്നാലും ഒരു ആലിം ഒരിക്കലും ഞാൻ ആലിമാണെന്ന് പറഞ്ഞിട്ട് വരൂല. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് സനത് ചോദിച്ചത് ശരി, നിങ്ങൾക്ക് സനത് ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ആ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ആ സനത് എവിടെയെന്ന് ചോദിച്ചു. അത് ബുക്കിനകത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഏയ് ബുക്കിനകത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ബുക്കിനകത്തുനിന്ന് എടുത്ത് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അന്ന് രാത്രി അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ടു. ഇന്ന് വരെ ഈ പരിസരത്തൊക്കെ ചിലപ്പോൾ അവരുണ്ടാവും, കേൾക്കുന്നുണ്ടാവും. ഇന്ന് വരെ ആ സനത് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇന്ന് അവർ സനത് ചോദിക്കുന്നില്ല. ഇപ്പൊ നോക്ക്, ഇവിടെ വന്നിരിക്കുന്ന ആലിമീങ്ങൾക്ക് സനത് ഉള്ളവരാ, വലിയ വലിയ ഉലമാക്കളിൽ നിന്ന്. ഇനി നിങ്ങൾ കേൾക്കാൻ പോയി ഇവരോട് സനത് ചോദിച്ചാൽ ഇവർ കുടുങ്ങും. പണ്ട് ഇവരിങ്ങനെ ചോദിച്ച് ശീലിച്ചതുകൊണ്ട് ചോദിച്ചു പോയിച്ചാ. ഇനി നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇപ്പൊ ഒരു സനതോ തസ്കിയത്തോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല. കാര്യം അവർക്കില്ല. ഇപ്പൊ ആളുകൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയപ്പോ അവർക്കതില്ല. ഏതാ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഈ തൊക്കോട്ട് ഷെയ്ഖിന്റെ കൂടെ അവർക്ക് അനുകൂലിച്ച് സംസാരിക്കാൻ വന്ന ആള് ഇന്ന് അയാള് മുബ്തദിയാണ്, അയാള് ബിദ്അത്തിന്റെ ആളാണ്, ഹവയുടെ ആളാണെന്ന് പറഞ്ഞു. അന്ന് അവിടെ 3 ഗ്രൂപ്പും ഉണ്ട്. ഇന്ന് ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ഈ 3 ഗ്രൂപ്പും അവിടെ ഉണ്ട്. അന്ന് ഒരു അവസാനം കയ്യേറ്റ ശ്രമത്തിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ ഒരു പ്രകോപിതരായി. നമ്മൾ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ കൂടെ വന്ന ആൾ പുറത്തുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് കയറി വന്നു. അപ്പോ അവരെന്തായി വന്നപ്പോ ഞാൻ അന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ എഴുതി വെച്ചോളൂ, 2 വർഷത്തിനുള്ളിൽ ഇവർക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാകും, ഇവരുടെ ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടാവും. പക്ഷെ 2 വർഷമായില്ല, 4 മാസത്തിനുള്ളിൽ തന്നെ ഇവര് പല ചേരിയിലായി. നമ്മളിവർ ചേരിയിലായതിൽ സന്തോഷം പറയല്ല, ആർക്കും ഇവർക്കിടയിലെ ഗ്രൂപ്പിസം എന്ത് എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെക്കാളും അഹ്ലുൽ ഹവയുടെ ആളായി ഇവർക്ക് ആര് മാറി, തൊക്കോട്ടത്തെ ആള് മാറി. തൊക്കോട്ടുകാരന് ഇവരെന്തായി, ബിദ്അത്തിന്റെയും ഹവയുടെയും ആളായി. പിന്നെ ചില ആളുകൾ എന്ത് പറഞ്ഞു, നമ്മൾ എന്തായിരുന്നാലും മറ്റുള്ളവനെ ബിദ്അഈ ഹവന്റെ ആളെന്ന് പറഞ്ഞ് മടുത്തു, ഇനി കുറച്ചു നാൾ മിണ്ടാതിരിക്കാം എന്ന് ചിലരെന്ത് ചെയ്തു, അവിടെ ചിലർ മൗനം ദീക്ഷിക്കാനും തുടങ്ങി. അപ്പൊ അന്ന് നമ്മൾ ഇവരോട് പറഞ്ഞതാണ്, നിങ്ങൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ട്. ഗ്രൂപ്പിസം ഇല്ല. ഇപ്പൊ എവിടുന്ന് വന്നു ഈ ഗ്രൂപ്പുകള്? ഇനിയും നിങ്ങൾ എഴുതി വെച്ചോ, പല പല ഗ്രൂപ്പുകള്. അവിടുത്തെ ഷെയ്ഖിന്റെ ഇന്ന ഷെയ്ഖ്, ഇതെന്താന്ന് വെച്ചാല് ഇവിടെ കാണുന്നത് ഈ കുഞ്ചത്തൂരുകാരൻ ഷെയ്ഖിനെയാണ് ഇവർ കാണുക. ഈ കുഞ്ചത്തൂരുകാരൻ എവിടുന്ന് എടുത്തു എന്നുള്ളത് ഈ നാട്ടുകാരൻ കാണുന്നില്ല. പിന്നീട് നാട്ടുകാരൻ നേരിട്ട് ഷെയ്ഖിൽ നിന്ന് കേൾക്കാൻ തുടങ്ങുമ്പോൾ ഷെയ്ഖ് പറയും ആ ഷെയ്ഖ് ശരിയില്ല. അപ്പൊ ആ ഷെയ്ഖിന്റെ ക്ലാസ്സിൽ പോയി കേൾക്കുമ്പോൾ ഈ ഷെയ്ഖിനെക്കാളും കൊള്ളാവുന്ന ആ ഷെയ്ഖാണെന്ന് തോന്നും. ഇങ്ങനെ ഷെയ്ഖന്മാരുടെ പേരില് ഒരു ഗ്രൂപ്പുകളായി അവർ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ നിങ്ങൾ മടങ്ങണമെന്ന് പറഞ്ഞ, നിങ്ങൾക്കിടയിൽ പ്രശ്നം വന്നാൽ പ്രധാനമായും നിങ്ങൾ മടങ്ങേണ്ടത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അടുക്കലേക്കാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അൽ വസ്സാബിയുടെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് ഇവര് പറഞ്ഞു അദ്ദേഹം ദജ്ജാലാണ്, അദ്ദേഹം ഫിത്നയ്ക്കകപ്പെട്ടയാളാണ്, അദ്ദേഹം മുൻഹരിഫാണ്. അപ്പൊ ആരാ ഇവരുടെ ലിസ്റ്റില് ബിദ്അഈ അല്ലാത്തത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കദ്ദാബാണ്, ഹാമിലു റായത്തി ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ കൊടിയുമേന്തി നടക്കുന്നയാളാണ്. ആരെ പറ്റിയാ ഹജൂരി പറഞ്ഞത്? ഈ ഹജാബറത്തിന്റെ ഹജൂരിയാക്കൾ ആരെ പറ്റിയാ പറഞ്ഞത്? ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ മടങ്ങണമെന്ന് പറഞ്ഞ ഷെയ്ഖിനെ പറ്റിയാ പറയുന്നത്. അലാ സുന്നത്തിൻ നിഫാഖിയ വ തരീഖത്തിൻ ഇബ്ലീസിയ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം നിഫാഖിന്റെ വഴിയിലാണ്, ഇബ്ലീസിന്റെ വഴിയിലാണ്. യുരീദു യുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണ്. ദജ്ജാലാണ്, വാലാണ്, മുളല്ലാണ്, അഹ്ലുൽ ബാത്തിലിന്റെ ആളാണ്. അദുവുൽ ലിസുന്ന, സുന്നത്തിന് ശത്രുവാണ് അയാൾ. ഗുലാമി അബ്ദുറഹ്മാൻ അൽ അദനി, അബ്ദുറഹ്മാൻ അദനിയുടെ അടിമയാണ്. ആരെയാണ്? ഷെയ്ഖ് മുഖ്ബിൽ മടങ്ങണമെന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി. എന്നാൽ ഷെയ്ഖ് ഹജൂരി ആദ്യം ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി പറഞ്ഞത് അദ്ദേഹം സാഹിദാണ്, ആലിമാണ്, വലഹു മർക്കസുൻ ഇൽമിയുൻ മുബാറക്കുൻ, അദ്ദേഹത്തിന് വലിയൊരു മർക്കസ് ഉണ്ട്, നല്ല ഇൽമി മദ്രസയുണ്ട്. അദ്ദേഹത്തെ പറ്റി ആദ്യം പറഞ്ഞു. അബ്ദുറഹ്മാൻ അൽ അദനിയുടെ കൂടെ നിന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ എന്ത് വിളിച്ചു? ഈ പറഞ്ഞ വൃത്തികെട്ട സംബോധനയിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിളിച്ചു. ഇനി അബ്ദുറഹ്മാൻ അൽ അദനിയെ പറ്റി നമ്മൾ പറഞ്ഞു.
അതേപോലെ തന്നെ ഈ അബ്ദുറഹ്മാൻ അദ്ദിനെ പറ്റി യഹ്യൽ ഹജൂരി പറയുന്നുണ്ട്, ആദ്യം ദു അഖ്ലിൻ റാജി, നല്ല ബുദ്ധിയുള്ളയാളാണ്. ആതാഹുല്ലാഹു മിനൽ ഇൽമി ഖൈറൻ കസീറ, അല്ലാഹു ഒരുപാട് ഇൽമ അദ്ദേഹത്തിന് കൊടുത്തു. മഅ തവാളുഇൻ വ അദബിൻ ജം, അദ്ദേഹം വലിയ തവാളുള്ള പണ്ഡിതനാണ്. വസുബാത്തിൻ അല സുന്ന, സുന്നത്തിൽ അടിയുറച്ചു നിൽക്കുന്നയാളാണ്. അതേ പറഞ്ഞ ആളെയാണ് പിന്നീട് എന്ത് പറയുന്നത്, ദജ്ജാൽ എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഇവരോട് എതിർപ്പുള്ള ആളല്ല, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ളയുടെ ശിഷ്യന്മാരാണ്. അതുപോലെ തന്നെ മുഹമ്മദ് അൽ ഇമാമിനെ പറ്റി ഇവർ പറഞ്ഞു, അദ്ദേഹം ഫിത്നയുടെ ആളാണ്. എന്നാൽ ഇതേ ഹജൂരി അദ്ദേഹത്തെ പറ്റി ആദ്യകാലം പറഞ്ഞത്, അദ്ദേഹം ഫാളിലുൻ യഹ്ഫദുൽ ഖുർആന വമുതൂനൻ ഉഖറ, അദ്ദേഹം ഖുർആൻ ഹിഫ്ളുള്ള, അതേപോലെ തന്നെ അഖീദയിലും ഫിഖഹിലും ഹദീസിലും ഒക്കെയുള്ള മുതൂനുകള് മനപ്പാടമുള്ള മുദജ്ജിസായിട്ടുള്ള ഖതീബായിട്ടുള്ള പണ്ഡിതനാണ് എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, തങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പിസം ഉണ്ട്. ഈ ഗ്രൂപ്പിസം ഇവരുടെ പുറകെ നടക്കുന്ന ആളുകൾക്ക് അറിയില്ല. നിങ്ങളിപ്പോഴും സ്വന്തം നാട്ടിലുള്ള സ്വന്തം സഹോദരങ്ങളോട് പോലും, രക്തബന്ധത്തിലുള്ളവരോട് പോലും മുഖം തിരിച്ച് നിങ്ങൾ നടക്കുന്നുണ്ടാവും. സ്വന്തം ഉപ്പയോട് മുഖം തിരിച്ച് നടക്കുന്നുണ്ടാവും, സ്വന്തം കൂട്ടുകാരോട് മുഖം തിരിച്ച് നടക്കുന്നുണ്ടാവും. നീ ബിദഅയാണ്, നീ ഹവയാണ്, അവന്റെ സലാം നീ മടക്കുന്നുണ്ടാവില്ല. എവിടെ ചെന്നെത്തും സഹോദരങ്ങളെ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന്. ഇല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ പണി ഗീബത്ത് നമീമത്താണ്. അവൻ ശരിയില്ല, ഇവൻ ശരിയില്ല, അവൻ ഹവയാണ്, ഇവൻ ബിദഅത്താണ്. എന്നെ പറ്റിയിട്ട് ഞാൻ കേൾക്കുന്നത് ഇവരുടെ സാധാരണക്കാരിൽ നിന്നാണ്. എന്നെ പോലും അറിയാത്ത ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഇന്നയാൾ പറഞ്ഞു, അയാളെ എനിക്കറിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഗീബത്ത് നമീമത്ത് കൊണ്ട് എത്ര നമസ്കരിച്ച് നോമ്പെടുത്ത് ഒരു സാധാരണ മുഅ്മിനെ നീ പറഞ്ഞാല്, ഒരു സാധാരണക്കാരനെ നീ വേദനിപ്പിച്ചിട്ട് പോയാല് നിനക്ക് നാളെ ആഖിറത്തിൽ രക്ഷയുണ്ടാവുമോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ ഹജൂരിയത്തിന്റെ ആളുകളുടെ വാദഗതികൾ? ഞാൻ പ്രധാനമായും ചിലത് പറയാം. ഇൻഷാ അല്ലാഹ് ഇത്തരം ആളുകൾ ഇതിന് മറുപടി പറയുകയോ നമ്മളുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരികയോ ചെയ്താൽ കിതാബുകൾ ഇവരെ അംഗീകരിച്ചിരുന്ന പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ളയുടെ ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് തന്നെ നിങ്ങളുടെ വാദഗതികൾ തെറ്റാണ് എന്നും നിങ്ങൾ ലലാലത്തിലാണ് എന്നും നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ആരോപിക്കുന്നത് തെറ്റാണ് എന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് തെളിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഉസൂലില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഷെയ്ഖ് ഹജൂരി വാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അത് ഏറ്റ് പറഞ്ഞിട്ടുണ്ട്. ഉസൂലു ദഅവത്തില് സ്വഹാബത്തിന് നേരെ ആക്ഷേപം നടത്തിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്തിന്റെ ഖുലഫാ റാഷിദീങ്ങളിൽപ്പെട്ട സഹാബത്തിന് നേരെ. ബദറില് സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 2 തവണ ഇസ്യാൻ എതിര് ചെയ്തിട്ടുണ്ട് എന്ന് അവരെന്ത് ചെയ്തു? പറഞ്ഞു. അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ അടങ്ങുന്ന ഇമാമിയങ്ങൾക്ക് നേരെ തബ്ദീഅ ആരോപിച്ചിട്ടുണ്ട്. ഒരു ഇമാമിന് ഒരു അബദ്ധം, ഒരു വിഷയത്തിൽ അബദ്ധം വരുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് വേറെ വിഷയമാണ്. തബ്ദീഅ ആരോപിക്കുക എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ്ക്ക് നേരെ വരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വേറെയും ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെ ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാരെയും ഇവർ വിട്ടിട്ടില്ല. അവരുടെയൊക്കെ കിതാബുകൾ കത്തിച്ചു കളയണമെന്ന് ഇവർ പറഞ്ഞു. ലജനത്തു ദാഇമയുടെയൊക്കെ ഫത്വകളിലും മറ്റുമൊക്കെ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെ ഇബ്നു ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ, ഇബ്നു ഹജർ, ഇമാം നവവിയുടെയൊക്കെ ഒരുപാട് ഉദ്ധരണികൾ ഉദ്ധരിക്കുന്ന കാണാം. അതൊക്കെ കൊണ്ടാണ് ഇവർക്ക് ലജനത്തു ദാഇമയോട് ഇത്രയും ദേഷ്യം. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയുടെയും ഇമാം നവവിയുടെയും കിതാബ് കത്തിച്ചു കളയണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തങ്ങൾ ഹജൂരിയോട് ആര് വലാ കാണിക്കുന്നു അവരോട് ഇവർ വലാ കാണിക്കും. അദ്ദേഹത്തോട് ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ അവരോട് ഇവർ ബറാ കാണിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ തെറ്റിലാണ് എന്ന് പറയുന്നതിന് ഇവർ പറയുന്ന ഒരു ഉദാഹരണമാണ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അല്ലേ? ഇവരൊക്കെ അംഗീകരിക്കുന്ന, ഇപ്പോ ഈ നാട്ടിൽ കറങ്ങി നടക്കുന്ന ഈ ദമ്മാജി ടീം അംഗീകരിക്കുന്ന ഷെയ്ഖ് സലീമുൽ ഹിലാലി, അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണാം. പേഴ്സണൽ ഫോട്ടോകൾ വരെ അദ്ദേഹം അയക്കുന്നുണ്ട്.
ദഅവത്തിന്റെ വീട്. അതിനെക്കുറിച്ച് ഇവരുടെ ഷെയ്ഖിനോട് ചോദിക്കപ്പെട്ടപ്പോ ഷെയ്ഖ് പറയാണ്, അദ്ദേഹത്തിനൊരു ഖതഅ് പറ്റിയതാണ്. അദ്ദേഹം അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, അദ്ദേഹം സലഫിയാണ്, അദ്ദേഹം ഷെയ്ഖ് ഹജൂരിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചയാളാണ്, അദ്ദേഹം ഈ ഇമാമാണ്. വല്ലാതെ വർണ്ണിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ഏതാണ് ഹിസ്ബി എന്ന് നിങ്ങൾ പറയാ? അദ്ദേഹവും മുൻഹരിഫാവണ്ടേ? ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻഹരിഫാകണമെങ്കിൽ അദ്ദേഹം ആവണം. പക്ഷെ അത് തങ്ങളുടെ ഷെയ്ഖന്മാരിൽ പ്രധാനിയായതുകൊണ്ടും തങ്ങളുടെ ഗ്രൂപ്പുമായി തങ്ങൾക്ക് ബന്ധമുള്ളത് കൊണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വിഷയങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ ഇമാം തഖലൈൻ എന്നൊക്കെ പറഞ്ഞ് ഷെയ്ഖ് ഹജൂരിയെ വർണ്ണിച്ച് മൗലൂദിൽ കണ്ട വർണ്ണന പോലെ എഴുതിയ ചില എഴുത്തുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആ വിഷയങ്ങൾ നമുക്ക് കൊണ്ടുവരാം. പറഞ്ഞു വന്നത്, ഇത്തരം ആളുകൾ ഇവിടെ വന്ന് ഈ ജനങ്ങൾക്കിടയിൽ പൊതുവായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വന്നിട്ട് ഗ്രൂപ്പ് പാടില്ല, എന്തെങ്കിലും ഉള്ള മനുഷ്യരാണ്, സഹജമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കിടയിൽ വന്നിട്ട് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവർ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നിലപാടുകൾ തീവ്ര നിലപാടുകളാണ്. ഇവർ തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ ISIS എന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഒരിക്കലുമല്ല. അതിനെതിരെയൊക്കെ യമനിലെ പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിട്ടുണ്ട്. പക്ഷേ സലഫിയത്തിന്റെ പേരിൽ പലപ്പോഴും ഇവർ പറയുന്ന നിലപാടുകൾ അത് തീവ്ര നിലപാടുകളാണ് ഇവർ പറയുന്നത്. ഇവർ ഗ്രൂപ്പ് പാടില്ല എന്ന് പറയുമ്പോഴും ഇവർക്കിടയിൽ എണ്ണമില്ലാത്ത കണക്കില്ലാത്ത ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് മുഖ്ബിൽ റഹിമഹുള്ളയുടെ ശിഷ്യന്മാര് പറയുകയാണ്. ഇവർ പലപ്പോഴും പല നാടുകളിൽ നിന്ന് വന്ന് ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിൽ വന്ന് ഒരു ലാൻഡ് എടുക്കും. എന്നിട്ട് ഒരാൾ ആദ്യം വരും, അയാൾ വന്നിട്ട് നോക്കും ഈ നാട് നമുക്ക് പറ്റിയതാണോ, ആരെയൊക്കെ ഇവിടുന്ന് കിട്ടുമെന്ന് കണ്ടാല് മഞ്ചേരിയിൽ നിന്ന് വരും, അവിടുന്ന് വരും, ഇവിടുന്ന് വരും. ഇവർക്ക് പറ്റിയ ആളുകൾ വന്നിട്ട് ഒരു കോളനി പോലെ ഒരു നാടുണ്ടാക്കി ആ നാട്ടിലും നാട്ടുകാർക്കിടയിലും അവർ ഫിത്നയുണ്ടാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളും വ്യക്തതയില്ലാത്ത ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് പോലും സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഇവർ കൊടുക്കാറില്ല പലപ്പോഴും. നിങ്ങളൊക്കെ പിന്നെ ചിലപ്പോൾ ഇപ്പോൾ നിയമവും പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ മറ്റുമൊക്കെ വിടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പരിസരത്ത് ഒരു സ്കൂളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി, ഞാൻ ചോദിച്ചു ഇവർ സ്കൂളിൽ വിടുമോ? അപ്പം അത് ആകെ വിടുന്നത് ഈ സ്കൂളിലേക്ക് മാത്രമേ ഉള്ളൂ. ആകെ വിടുന്നത് ഈ സ്കൂളിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴും സ്കൂളിൽ പോകാത്ത പലരും ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദമ്മാജിലും മറ്റുമൊക്കെ ഇവർ തങ്ങൾക്കിടയിൽ നടത്തുന്ന ചില ഹജർ നിയമ നടപടികൾ, അവർ ചില തെറ്റുകളും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ഇവർ തന്നെ അവർക്കിടയിൽ ചെയ്യും. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇത് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിമീങ്ങൾ ജീവിക്കാൻ പാടില്ല എന്നും ഹിജറ ചെയ്ത് പോകണമെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. ഇവരൊന്നും ഹിജറ ചെയ്ത് പോയാൽ മതിയായിരുന്നു, എങ്കിലെന്തില്ല ഈ ഒരു ഫിത്ന ഇല്ലായിരുന്നു. ഇപ്പൊ ഇവരിവിടെ നിന്നതാണ് എന്ത് ചെറുത്. ഇത് പറഞ്ഞവരെ ഈ കൊണ്ടുപോകാനുള്ള എല്ലാരെയും കൊണ്ട് എന്ത് ചെയ്യാ പോവാ. ഇവർ പറയുകയും ചെയ്യും, പോവത്തുമില്ല. ഫോട്ടോ ഹറാമാണ്, വീഡിയോ ഹറാമാണ്. ഇവരെല്ലാം സൽമാൻ ഇന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, ഇപ്പൊ എന്നെ തിന്നല ഇപ്പൊ ഒരു പണി. എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫോട്ടോ അവൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു, അവൻ അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇതൊക്കെ ഇവർ പറയും. അപ്പൊ ഞാൻ ചിന്തിക്കും, ഈ ഫോട്ടോ എടുക്കുന്ന പോലെ ഹറാമല്ലേ നോക്കല്, വീഡിയോ എടുക്കുന്ന പോലെ ഹറാമല്ലേ വീഡിയോ കാണല്. നമ്മുടെയൊക്കെ വീഡിയോയിൽ പറയുന്നത് കാണുന്ന ഒക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോ പറയുന്നത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ കുല്ലു ജദീദിൻ ലദീദുൻ എന്നാണ്. ഒരു പുതുമ കാണുമ്പോൾ അതിനോടൊരു ലദ്ദത്ത് ഉണ്ടാകും. ആ ഒരു ഇതാണ് ഈ അവാമിനാസ് ഇവരുടെ പുറകെ പോകുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്നതോ ഉലമാക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഇവർ കൊണ്ടുവരും. മഹാന്മാര് പറഞ്ഞതുപോലെ മൻ ഹമല ശാദൽ ഉലമായി ഹമല ഫിത്നതൻ കബീറ. ആരെങ്കിലും ഉലമാക്കളുടെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയാൽ, ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചാൽ അവർ വലിയ ഫിത്നകളാണ് ചെയ്യുന്നത്. ഉലമാക്കൾക്കെതിരെ ഇവര് വല്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. ഇവര് ഹിജറ ചെയ്ത് പോകണമെന്ന് പറയും. എന്നിട്ട് എങ്ങോട്ടേക്കാണ്? ശ്രീലങ്കയിലേക്ക്. എൻ്റെ അടുത്തൊരു സഹോദരൻ പറഞ്ഞു ഇവരുടെ കൂടെയൊക്കെ പോയി മടങ്ങി വന്ന്. ഞാൻ പണ്ട് ഹിജറ ചെയ്ത് പോയതാണ്. ഞാൻ ചോദിച്ചു എവിടേക്കാ പോയത്? ബാംഗ്ലൂരിലേക്ക്. എങ്ങോട്ടേക്കാണ്? ബാംഗ്ലൂരിലേക്ക്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ഇവിടെ ഉണ്ട്.
അദ്ദേഹം ഈ സദസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്, അദ്ദേഹം മാറി എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ഇത്തരത്തിലുള്ള വാദഗതികളുണ്ട്. നമസ്കാര സമയമായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഏതായിരുന്നാലും ഇവിടെ വന്ന് കളവായിട്ടുള്ള ആരോപണങ്ങളാണ് നടത്തിയിട്ട് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് നേർക്ക് നേരെയുള്ള ഒരു ചർച്ചയ്ക്ക് ഈ പ്രോഗ്രാമിനോടുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ തയ്യാറാണ്. അത് അറബി ഭാഷയിലെങ്കിൽ അറബി ഭാഷയിൽ, ഉറുദുവിലെങ്കിൽ ഉറുദുവിൽ, ഇനി ഭാഷയുടെ പേര് പറഞ്ഞു പോകണ്ട, ബാരിയിലെങ്കിൽ ബാരിയിൽ, മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആളുകൾക്ക് വിഷയങ്ങൾ ക്ലിയർ ആകട്ടെ, നമുക്കും ക്ലിയർ ആകട്ടെ. ഈ പറഞ്ഞത് ആരോപണമാണ് എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അവിടെ എവിടെയും പോയിട്ട് പറയലല്ല, നേർക്ക് നേരെ ഇരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ചർച്ചയ്ക്ക് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ തയ്യാറാണ് എന്നും കൂടി ഇതോടുകൂടി അറിയിക്കുന്നു. ഇതൊരു വാശി തീർക്കലല്ല. അള്ളാഹു നമ്മളെ ഹക്കിന്റെ വഴിയിൽ ഒന്നിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം നമ്മുടെ ബഹുമാന്യനായ ഷെയ്ഖ് താരിഖ് സഫിയുർ റഹ്മാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഈ വേദിയിൽ ഉണ്ടാകും. നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും നമ്മുടെ സദസ്സിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.